ഇപ്പോൾ നമ്മളോടൊപ്പം അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ് മലപ്പുറത്തെ ചങ്ങരംകുളത്ത് നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അനുമോദ്, അവിടെ നിന്നുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് നേരെ ഉണ്ടായ ആക്രമണമൊക്കെ. ഈ ചെറിയ പ്രദേശങ്ങളിൽ പോലും ഇത് കേരളത്തിൽ നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ വലിയൊരു വെല്ലുവിളിയായി ഈ തെരുവുനായ ശല്യം മാറുമ്പോൾ നഗരങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണുള്ളത്. ഗ്രാമങ്ങളിൽ നടന്നു പോകുന്ന കുട്ടികൾ, ഇപ്പോൾ നമ്മൾ ആദ്യം കേട്ട വീഡിയോയിൽ പോലെ വളരെ നോർമലാണ്. ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്കോ അല്ലെങ്കിൽ കുറച്ച് ദൂരേക്കൊക്കെ നടന്നു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഔദ്യോഗികമായ കണക്കുകൾ തന്നെ പ്രകാരം നോക്കിയ 40% തെരുവ് നായ്ക്കൾ കടിക്കുന്ന ആക്രമണത്തിന് ഇരയാവുന്നവരിൽ 40% 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ്. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ ആ ആക്രമണത്തിൽ നിർണായകമായ ചില ഭാഗങ്ങളുണ്ട്. കുട്ടികളുടെ ഉയരം അനുസരിച്ച് അങ്ങനെ അപകട സാധ്യതയുള്ള മേഖലകളിലാണ് എപ്പോഴും ഈ നായ്ക്കളുടെ കടിയേൽക്കുകയും ചെയ്യുക. ഇത് മലപ്പുറം പോലെയുള്ള ഭാഗത്തൊക്കെ എത്രത്തോളം വലിയ വെല്ലുവിളിയാവുന്നുണ്ട്? എങ്ങനെയാണ് ഇതിനോടൊക്കെ നാട്ടുകാർ പ്രതികരിക്കുന്നത്? ശ്രീജ, ഞാനുള്ളത് ചങ്ങരംകുളത്താണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ദൃശ്യമുണ്ട്, ഒരു കൂട്ടം കുട്ടികളെ ഓടിക്കുന്ന ദൃശ്യം. അത് ഇവിടെയാണ് സംഭവിച്ചത്. ഈ വീട്ടിലായിരുന്നു തെരുവ് കുട്ടികളൊക്കെ തന്നെ തമ്പടിച്ചിരുന്നത്. അവിടെ നിന്നും കുട്ടികൾ നടന്നു വരുമ്പോൾ അവർക്ക് നേരെ ഈ പട്ടികൾ കുരച്ചു ചാടുകയും കുട്ടികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഏത് വളവിലും തെരുവിലും എപ്പോൾ വേണമെങ്കിലും ഒരു തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുന്നുള്ള ഭീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമ്മൾ നേരത്തെ 3 മാസം മുമ്പ് തേഞ്ഞിപ്പലത്തെ ഒരു കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ആ കുട്ടിയുടെ മുഖത്താണ് കടിയേറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ പേവിഷബാധ വ്യാപിക്കുകയും കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം വരികയും ചെയ്തു. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെയും ഈ ഒരു നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുമെന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴും മദ്രസ വിട്ട് വരുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള നായ്ക്കളുടെ ആക്രമണങ്ങൾ എപ്പോഴും എവിടെ വെച്ചും ഉണ്ടാകുമെന്നൊരു ആശങ്കയുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം ഓടിയ കുട്ടികളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ ഒരു പേടിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. നമുക്ക് അവരോട് ഒന്ന് ചോദിക്കാം. മോളെ, ഇന്നലെ എപ്പോഴാണ് മിഞ്ഞാന്നല്ലേ ഉണ്ടായത്? എന്തുണ്ടായതെന്ന്? അന്ന് ഞങ്ങളിങ്ങനെ മദർസയ്ക്ക് വരികയായിരുന്നേ. അപ്പോൾ ഓള് ഇവിടെ നാന കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓള് പറഞ്ഞ് അവിടെ നായ്ക്കൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന്. അപ്പോൾ ഈ നായ്ക്കളിങ്ങനെ എന്തുമൊക്കെ തിരിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നായ്ക്കൾ കുറേ നേരം ഞങ്ങൾ ഈ നോക്കണേ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് നായ്ക്കൾ പെട്ടെന്ന് കുറച്ചപ്പോൾ ഓള് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നീങ്ങി. ഞാൻ കുറച്ചും കൂടി നടന്നപ്പോൾ നായ്ക്കൾ നേരൊക്കെ ഓടി. നേരക്ക് വന്നു അല്ലേ? അപ്പൊ തിരിഞ്ഞോടി നിങ്ങള് എവിടെ വീട്ടിലേക്ക് കയറിയോ? ഇതാണ് നായ്ക്കൾ കുറെ ദൂരം ഓടി വന്നോ? ഞാനങ്ങോട്ട് ഇറങ്ങി വന്നില്ലെങ്കിൽ കഴിച്ചിരുന്ന കഥ. എന്തോ ഒരു ഭാഗ്യത്തിനൊക്കെ വന്ന് നോക്കാൻ തോന്നി. എന്നിട്ട് ചെരുപ്പ് എടുത്തിട്ട് എറിഞ്ഞിട്ട് പോണില്ല. എല്ലാ നായ്ക്കളും അവിടെ തന്നെ നിക്ക. നമ്മള് എത്ര ആൾക്കാരുണ്ടായിട്ടും കാര്യമില്ല, നമ്മളും കൂടി ആക്രമിക്കും. പണ്ടൊക്കെ ആൾക്കാര് കൈ വീശി കാണിച്ച പേടിച്ചു ഓടുമായിരുന്നു. കുറച്ച് ചാട. മറ്റു പറയും കല്ലെടുത്ത് എറിഞ്ഞാൽ മതി, ഓടണ്ട, കണ്ട ഓടരുത് എന്നൊക്കെ പറയും. അതൊക്കെ വെറുതെ. ഓടിയുണ്ടെങ്കിൽ അത്രയും രക്ഷപ്പെട്ട് അത്രയും ജീവൻ കിട്ടും. ഇപ്പൊ ഞങ്ങളുടെ നാത്തൂന്റെ മോനെ കഴിഞ്ഞ വർഷം നായ കടിച്ചിട്ട് ഇതുപോലെ മദ്രസയിലേക്ക് പോകുമ്പോ കടിച്ച് ആളെ, എന്നിട്ട് അവന്റെ ഒരു ശക്തി കൊണ്ട് അവന് തട്ടി നായനെ. പിന്നെ ഓട്ടോറിക്ഷക്കാർ വന്ന് രക്ഷപ്പെടുത്തിയത് കാരണം. എന്നിട്ടും 6 മാസത്തോളം നമ്മൾ അതിന്റെ പിന്നാലെ ചികിത്സയായിട്ട് നടന്നു. പോയപ്പോ നേരെ കൈമക അടയാളൊക്കെ ഇപ്പോഴുണ്ടല്ലേ? കൊറേ നേരം ഫൈറ്റ് ചെയ്തോ അതിനോട്? കൈമൊക്കെ ചാടിയപ്പോ തട്ടിട്ടു. അപ്പൊ കാൽമ വന്ന് കടിച്ചു. അപ്പൊ ഒരാൾ വന്നിട്ട് ഓടിച്ചു കഴിച്ചിലാക്കി അല്ലേ? എന്നിട്ട് നല്ല മുറിയായോ? നല്ല മുറിയായോ? കൈയിന് പുറമെ വേറെ മുറിയായോ? കാലിയോ? കുറെ ഇഞ്ചക്ഷനൊക്കെ എടുത്തുവോ? കുറെ വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? 6 മാസത്തോളം നമുക്ക് എവിടേക്കും പോവാനും അത്രയും ട്രീറ്റ്മെന്റിൽ നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് കൊണ്ട് നടന്നു അവനെ. കാരണം അതിനെ ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്ക് അറിയില്ല. വീട്ടുകാർ അത്രയും അനുഭവിക്കും. പുറത്ത് പോവാതെ ഫുഡ്, നമ്മൾ അത്രയും ചെറിയ മക്കളല്ലേ, എത്രത്തോളം നമ്മളവരെ നോക്കണം എന്നുള്ളത്. മരുന്ന് അവിടുത്തെ ആശുപത്രിയിൽ കാരണമൊക്കെ കഴിഞ്ഞാ ഒരു 6 മാസത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു. ഇഞ്ചക്ഷൻസ്, ഫുഡ് ഒക്കെ മക്കള് ഈ പ്രായത്തിലുള്ള മക്കളെ ഫുഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യലും പുറത്ത് പോകലും. പിന്നെ അതുപോലെ ഞങ്ങളുടെ അയൽവാസി
ഇത് വീണിട്ട് കൈ ഒടിഞ്ഞ് ഇത് സെയിം സ്ഥലത്ത് തന്നെ നായ്ക്കളെല്ലാരും കൂടി വന്ന് ആള് ഓടി, ആള് കണ്ടില്ല, ബാക്കിൽ നിന്നാണ് അറ്റാക്ക് ചെയ്ത്, കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട്. ഇവിടെ ഇപ്പോ ഈ ഇങ്ങനെയുള്ള വീടുകളിലും അതേപോലെ ഈ പറമ്പിലൊക്കെ എവിടെ വേണമെങ്കിലും ഉണ്ടാവുന്ന അവസ്ഥ. എവിടെ വേണം. ഇപ്പോൾ മക്കളൊക്കെ ഇവിടെ തൊട്ട് നമുക്ക് നിസ്സാര കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ പോകുന്ന മക്കളെ എന്നും നമുക്ക് വലിയവരും ഉണ്ടാവില്ലല്ലോ, പക്ഷെ അതിന് അവർ പറഞ്ഞേക്കാൾ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളിവിടുത്തെ വാർഡ് മെമ്പറും പ്രദേശവാസികളൊക്കെ ചേരുന്നുണ്ട്. സ്വാഗതം. ഇപ്പോൾ വലിയൊരു ആശങ്കയാണല്ലോ ഈ കുട്ടികളും ഇവരൊക്കെ പങ്കുവയ്ക്കുന്നത്. എന്താണ് ഇവിടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാവുന്നുണ്ടോ? വലിയൊരു ആശങ്ക തന്നെയാണ് ഇവരുടെ കൂടെ തന്നെ നമ്മളും പങ്കുവെക്കുന്നത്. കാരണം വാർഡ് മെമ്പർ എന്ന നിലക്കും ഈ പ്രദേശത്തെ ഒരാളെന്ന നിലക്കും വളരെ അപകടകരമായ രീതിയിലാണ് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം. ഭയങ്കര ഇതാണ്. കാരണം ഇതെന്ത് പഞ്ചായത്തും വേണ്ടുന്ന നടപടിക്ക് ഒരുങ്ങുന്നുണ്ട്. പക്ഷേ എല്ലാ വകുപ്പുകളിലും നമ്മൾ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിനും സംസ്ഥാന സർക്കാരിനും ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്ന വേദികളിലും, അതേപോലെ ഞാൻ മൂക്കുതല ഗവൺമെൻറ് സ്കൂളിലെ PTA പ്രസിഡന്റ് കൂട്ടാണ്. അവിടുന്ന് നമ്മൾ അധ്യാപകരും രക്ഷിതാകർത്താക്കളും കൂടി ഒരു മെമ്മോറാണ്ടം തന്നെ, ഒരു നിവേദനം തന്നെ ജില്ലാ കളക്ടർക്ക് അത് കൊടുക്കുകയുണ്ടായി. ജില്ലാ കളക്ടർ ആ മീറ്റിങ്ങിൽ അത് വായിക്കുകയുണ്ടായി. അതിന് വേണ്ടുന്ന പരിഹാരം കാണുന്നതിന് എന്താണ് തടസ്സം എന്നാണ് ആർക്കും അറിയാത്തത്. ഒരു നിയമം നിലനിൽക്കുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആ നിയമം ഭേദഗതി ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുകളുണ്ടെങ്കിൽ ഈ വലിയൊരു അപകടം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഒരുപാട് ജീവൻ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു നിയമ തടസ്സമുണ്ടെങ്കിൽ ആ നിയമ തടസ്സം നീക്കാനുള്ള വഴികളുമായിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് സർക്കാരും വിവിധ ഗ്രാമപഞ്ചായത്തുകളും മറ്റും. അടുത്തിടെ ഇത്രയും അധികം നായ്ക്കളുടെ ശല്യം കൂടാനുള്ള കാരണം എന്താണെന്ന് കരുതുന്നു? നായ്ക്കളെ ശല്യം കൂടാനുള്ള കാരണം ഒന്ന്, പിന്നെ ഈ നിയമം കാരണം നായ്ക്കളെ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ പഞ്ചായത്തൊക്കെ ഇടപെട്ട് നായ്ക്കളെ ശല്യം ഉണ്ടാക്കുന്ന നായ്ക്കളെ കൊല്ലുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. അപ്പോൾ ഇവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികരണം നടക്കുന്നില്ല. ഒരു പേരിന് മാത്രം കുറച്ച് നടന്നു. പിന്നെ വന്നത് നായ്ക്കൾക്ക് പ്രോട്ടീൻ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ ഒരു സംരക്ഷണ രീതിയിലേക്കാണ് പിന്നെ പോയത്. പിന്നെ അതേപോലെ തന്നെ മുന്നേ ഒക്കെ ഈ ഹോട്ടലുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്നൊരു പ്രവണതയായിരുന്നു. ഇപ്പോൾ അതെല്ലാം ശേഖരിച്ച്, അത് പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അത് ഇവിടെ ഈ കച്ചവടം ഇടാത്തത് കൊണ്ട് നായ്ക്കളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഭക്ഷ്യവസ്തു വലിച്ചെറിയുന്നതും അപകടത്തിന് സാധ്യത. നായ്ക്കൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി ഇവിടെ വലിയ അപകടങ്ങൾ എല്ലാ വീട്ടുകളിലും ഒരു സുരക്ഷിതം ഇല്ലാത്ത രീതിയിലാണ് നായ്ക്കൾ. ഒരു മുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒന്നാണ്ട് ആട്ടിയാൽ നായ്ക്കൾ പോയിരുന്നു. ഇപ്പൊ ആട്ടുന്ന ആളുകളെ കൂട്ടം കൂടി കടിക്കുക മാത്രമല്ല ബൈക്ക് പോകുന്നവരെ പിന്നാലെ കൂടി. ഇപ്പൊ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ കാഞ്ഞൂര് അംഗൻവാടിയിലേക്ക് നടന്നു പോകുമ്പോൾ നായ്ക്കൾ ബാക്കിലൂടെ വന്നിട്ട് ഓടിക്കുകയുണ്ടായി. അപ്പോൾ ഓടിച്ചിട്ടും അവർ ഓടാനൊന്നും അവർക്ക് ഇതില്ല, ഒരു മനസ്സില്ല. നമ്മളൊരു കല്ലെടുത്തിട്ട് നായനൊന്നുകൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നായ പോകുമായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കല്ലൂർമേൽ ഇന്നലെ ഒരു സ്കൂൾ കുട്ടി പോകുമ്പോൾ ആ സ്കൂൾ കുട്ടിയെ ഓടിച്ച് വീണ്. അതേപോലെ ശേലക്കടവത്ത് ഒരു വയസ്സായ ആളെ ഒപ്പം നടന്ന് കടിച്ച് മറിച്ചിടുകയും ഒരു അപകടാവസ്ഥ ഉണ്ടായി. അങ്ങനെ ദിനം പേടിയില്ല, നായ്ക്കൾക്കൊരു പേടിയില്ല. അതേപോലെ തന്നെ ഇതിന് ഒരു നല്ലൊരു നിയമം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഭേദഗതി ചെയ്തുകൊണ്ട് ഈ അപകടകരമായ നായ്ക്കളെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന നടപടികളിലേക്ക് പോകണം. ശരിക്കും വീട്ടമ്മമാർക്കൊക്കെ ആകെ പേടിയാവില്ലേ കുട്ടികളെ പുറത്തേക്ക് ഇടാനൊക്കെ? ഇതിനെതിരെ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇനി ഭാവിയിൽ നമ്മളെ ഓരോ മക്കളും നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കണം. ഇവരൊക്കെ വലിയ ആശങ്കയിലാണ്. എന്താണ് ചേട്ടന് അനുഭവം ഉണ്ടായിരുന്നോ?